إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ദിനേന നാം നിർവഹിക്കുന്ന നമ്മുടെ കർമ്മങ്ങളിൽ അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് ഇഖ്ലാസ്. സാധാരണ നമ്മൾ പറയാറുള്ളതും കേൾക്കാറുള്ളതുമായ ഒരു പദം. എന്താണ് ഇഖ്ലാസ്? കലർപ്പില്ലായ്മയെയാണ് ഇത് അറിയിക്കുന്നത്. തെളിഞ്ഞത്, കളങ്കരഹിതമായത്, കപടമുക്തമായത് എന്നൊക്കെയാണ് ഇഖ്ലാസ് എന്ന പദത്തിനർത്ഥം. വിശുദ്ധ ഖുർആൻ തന്നെ ഉണർത്തിയിട്ടുണ്ട്, ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാല്, വെള്ളം കലരാത്ത ശുദ്ധമായ പാലിനാണ് ലബനൻ ഖാലിസ് എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ഇഖ്ലാസ് എന്നത്. ഇഖ്ലാസ് നമ്മുടെ വിശ്വാസത്തിലും ഇബാദത്തുകളിലും നമ്മുടെ കർമ്മങ്ങളിലും അടിസ്ഥാനപരമായി ഉണ്ടാവുകയും ആ നിലക്ക് ആരാധനാകർമ്മങ്ങൾ നമ്മൾ നിർവഹിക്കുമ്പോൾ അതിൽ നന്നായി നിഴലിക്കേണ്ട ഒന്നാണ് ഇഖ്ലാസ്. കാരണം നമ്മുടെ കർമ്മങ്ങൾ റബ്ബിന്റെ അടുക്കൽ കബൂലാക്കപ്പെടുന്നത് ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഇഖ്ലാസ് എന്നത് അത്യന്താപേക്ഷിതമാണ്. നാം ചെയ്യുന്ന അമലുകൾ പുണ്യമായി സഹീഹാകുവാൻ അതിന് ഇഖ്ലാസ് അനിവാര്യമാണ്. വിശുദ്ധ ഖുർആൻ ഉണർത്തി, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മുഖ്ലിസീൻ, ഇഖ്ലാസോടുകൂടി. അപ്പൊ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന അടിസ്ഥാനം, അത് തന്നെ ഇഖ്ലാസോടുകൂടി ആയിരിക്കണമെന്ന മറ്റൊരു അടിസ്ഥാനവും. അല്ലാഹു സുബ്ഹാനഹു തആല അമ്പിയാക്കളെ നിയോഗിച്ചതിൻ്റെയും വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം ഇത് സാക്ഷാത്കരിക്കുക എന്നതാണ്. വേദഗ്രന്ഥത്തിന്റെ അവതരണത്തെക്കുറിച്ച്, പരിശുദ്ധ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് സൂറത്തു സുമറിന്റെ തുടക്കത്തിൽ അല്ലാഹ് പറഞ്ഞപ്പോൾ, തൻസീലുൽ കിതാബ് മിനല്ലാഹിൽ അസീസിൽ ഹകീം, അസീസായ ഹകീമായ അല്ലാഹുവിൽ നിന്ന് അവതരിക്കപ്പെട്ട ഗ്രന്ഥം. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, ഹഖ് പ്രകാരം, ന്യായപ്രകാരമാണ് ഈ കിതാബിനെ നിനക്ക് നാം ഇറക്കി തന്നത്. അതുകൊണ്ട് ഫഅ്ബുദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഫഅ്ബുദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അതുകൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. എങ്ങനെ? മുഖ്ലിസായിക്കൊണ്ട്, കീഴ്വണക്കവും ദുആയും അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട്. എന്നിട്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം ഉണർത്തുകയാണ്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിയണേ, കപടരഹിതമായ കലർപ്പില്ലാത്ത ദീൻ,
കീഴ്വണക്കം അത് അള്ളാഹ്ക്ക് മാത്രം അർഹതപ്പെട്ടതാണ്. അതുകൊണ്ട് ഫഅബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ഫഅബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. അതുകൊണ്ട് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണേ മുഖ്ലിസായി കൊണ്ട് എന്ന്. അപ്പൊ അള്ളാഹുവിന് നിഷ്കളങ്കമായി നിഷ്കപടമായി യാതൊരു കലർപ്പുമില്ലാതെ ഇബാദത്ത് നിർവഹിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കാം. തൗസ് ബിനു കൈസാൻ അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു ജരീർ ത്വബരിയുടെ ഒരു നിവേദനത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പറയാൻ, യാ റസൂലല്ലാഹ് ഉഹിബ്ബുൽ ജിഹാദ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അതിനോട് ചേർത്ത് അദ്ദേഹം പറഞ്ഞു, വഉഹിബ്ബു അൻ യുറാ മക്കാനി, വഉഹിബ്ബു അൻ യുറാ മക്കാനി, എന്റെ സ്ഥാനം കാണപ്പെടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദ് ഞാൻ ഇഷ്ടപ്പെടുന്നു, അതോടൊപ്പം എന്റെ സ്ഥാനം കാണപ്പെടുന്നതും ഞാൻ ഇഷ്ടപ്പെടുന്നു. അതായത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ ജിഹാദ് ചെയ്യുന്നതിനോടൊപ്പം ഞാൻ വീരശൂര പരാക്രമിയാണ്, ഞാൻ ശക്തനാണ്, ഞാൻ പോരാളിയാണ്, ഈ സ്ഥാനം അറിയപ്പെടാനും ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന്. അപ്പോ വിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ചു, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ. റബ്ബിനെ കണ്ടുമുട്ടണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ അവർ അമലു സ്വാലിഹത്ത് ചെയ്യണം, അതോടൊപ്പം വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, റബ്ബിനെ ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിൽ ഒന്നിനെയും അവൻ പങ്കു ചേർക്കാതിരിക്കട്ടെ എന്ന ഈ ആയത്ത് ഇറങ്ങിയത് ഈ ഒരു സാഹചര്യത്തിലാണ്. ആയത്തിറങ്ങാനുണ്ടായ പശ്ചാത്തലം തൗസ് ബിൻ കൈസാനിൽ നിന്ന് ഇബ്നു ജരീർ ത്വബരി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നോക്കൂ നിങ്ങൾ, അയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനെ ഇഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്റെ സ്ഥാനവും തന്റെ സാന്നിധ്യവും ആളുകളെ അറിയിക്കാൻ അല്ലെങ്കിൽ ആളുകൾ കാണാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അത് കലർപ്പുള്ള ജിഹാദായതിനാൽ പരലോകം ആഗ്രഹിക്കുന്നവർ അമലുകൾ നിഷ്കളങ്കമാക്കണം, നിഷ്കപടമാക്കണമെന്ന ആയത്ത് പരിശുദ്ധ ഖുർആനിൽ അവതരിക്കുകയാണ്. നമ്മൾ ഇന്ന് പാരായണം ചെയ്തു സൂറത്തുൽ കഹ്ഫിൽ. അബൂ ഉമാമത്തുൽ ബാഹിലി അദ്ദേഹത്തിൽ നിന്ന് ഉള്ള ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിച്ചുകൊണ്ട് അബൂ ഉമാമ പറയുകയാണ്, ഇന്നല്ലാഹ ലാ യഖ്ബലു മിനൽ അമലി, അല്ലാഹു ഒരു അമലും സ്വീകരിക്കുകയില്ല, ഇല്ലാ മാ കാന ലഹു ഖാലിസൻ വബ്തുഗിയ ബിഹി വജ്ഹുഹു, അല്ലാഹുവിന് ഖാലിസായി ചെയ്തതല്ലാതെ, നിഷ്കളങ്കമായി ചെയ്തതല്ലാതെ, നിഷ്കപടമായി ചെയ്തതല്ലാതെ, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട്, റബ്ബിന്റെ തൃപ്തി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ചെയ്ത അമലല്ല, അതൊന്നും അല്ലാഹു സ്വീകരിക്കുകയില്ല. ആ അമൽ എത്ര വലുതാണെങ്കിലും ശരി, ഖാലിസല്ലേ, അല്ലാഹുക്ക് വേണ്ട. നോക്കൂ നിങ്ങൾ, അവ്വലു സലാസത്തിൽ ലദീന തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നരകം ആളിക്കത്തിക്കപ്പെടുന്ന 3 വിഭാഗം ആളുകൾ. ആദ്യമായി നരകം ആളിക്കത്തിക്കപ്പെടുന്നത് 3 വിഭാഗം ആളുകളെ കൊണ്ടാണ്. നരകത്തീയിനെ ആളിക്കത്തിക്കപ്പെടുന്നത് അല്ലാഹു കാക്കുമാറാകട്ടെ. ആദ്യം നരകം ആളിക്കത്തിക്കപ്പെടുന്ന 3 വിഭാഗത്തിൽ ഒന്നാമത്തേത് അവ്വലു സലാസ അല്ലദീന തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ, ഒന്നാമത്തേത് ഖാരി ആണ്. ഖാരി വിശുദ്ധ ഖുർആൻ പണ്ഡിതനാണ്, മറ്റു ചില റിപ്പോർട്ടുകളിൽ ആലിം എന്നാണ്. രണ്ടാമത്തേത് ജവാദ്, സമ്പന്നനും ഔദാര്യവാനുമാണ്. മൂന്നാമത്തേത് മുജാഹിദ്, ധർമ്മസമര പോരാളിയാണ്. ഈ 3 പേരെ കൊണ്ടാണ് നരകത്തീനെ അല്ലാഹു സുബ്ഹാനഹു തആല ആദ്യമായിട്ട് ആളിക്കത്തിക്കപ്പെടുക എന്നാണ്. ഈ 3 പേര് വിചാരണ നടത്തുന്ന വേദിയിൽ കൊണ്ടുവരുമ്പോ ഖാരിജിനോട്, പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്തിരുന്ന ഖുർആൻ പണ്ഡിതനോട്, ആലിമിനോട് ചോദിക്കാണ്, മാദാ അമിൽത ഫീമാ ഉല്ലിംത, മാദാ അമിൽത ഫീമാ ഉല്ലിംത, നിനക്ക് നീ പഠിപ്പിക്കപ്പെട്ടത് അനുസരിച്ച് എന്താണ് നീ ചെയ്തത്? നിനക്ക് ഇൽമുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് നീ എന്ത് ചെയ്തു? അപ്പൊ ഇയാളുടെ മറുപടി, ഖറഅതു ഫീ ആനാഇൽ ലൈൽ വകുന്തു ഉസല്ലി, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഞാൻ ഖുർആൻ ഓതിയിരുന്നു, ഞാൻ രാത്രി നമസ്കരിച്ചിരുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ദേഷ്യപ്പെടുകയും
അള്ളാഹ് ആ കാരി എന്നുള്ളിടത്ത് ചില റിപ്പോർട്ടുകളിൽ ആലിം എന്നാണ്. നിന്റെ മാർഗത്തിൽ ഞാൻ പഠിച്ചു, ഞാൻ പഠിപ്പിച്ചു, ഖുർആനോദി, നമസ്കരിച്ചു എന്ന് പറയുമ്പോ അവന്റെ ഖൽബ് എന്തായിരുന്നു അവന്റെ ഖൽബിൽ ഉണ്ടായിരുന്നു എന്നത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആലക്ക് അറിയാം. അതുകൊണ്ട് അല്ലാഹ് അവനോട് പറയും, ഖദബ്ത, കള്ളമാണ് നീ പറഞ്ഞത് എന്നവനോട് പറയും. മലക്കുകളും അള്ളാഹുവിനോട് ചേർന്നുകൊണ്ട് അവനോട് പറയും, ഖദബ്ത, നീ കള്ളമാണ് പറയുന്നത്. കാരണം നീ വലിയ പണ്ഡിതനാണ്, വലിയ ആലിമാണ്, വലിയ ഖാരിയാണ് എന്ന് പറയപ്പെടുന്നതിന് വേണ്ടിയായിരുന്നു നീ അത് ചെയ്തത് എന്ന് പറഞ്ഞ് ആദ്യമായി നരകം ആളിക്കത്തിക്കപ്പെടാൻ വേണ്ടി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് ഈ പണ്ഡിതനെയാണ്, ഈ ഖാരിനെയാണ്. ജവാദിനോട് ചോദിക്കും രണ്ടാമതായി, സമ്പന്നനായ ഔദാര്യവാനോട് ചോദിക്കും, മാദാ അമിൽത ഫീമാ ഉഅതീത്, നിനക്ക് നൽകപ്പെട്ടത് കൊണ്ട് നീ എന്താ ചെയ്തത്? അവൻ പറയും, ഞാൻ നിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു, കുടുംബ ബന്ധം ചേർത്തു എന്നൊക്കെ പറയുമ്പോഴും ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവനോട് പറയും, കദബ്ത, നീ കള്ളമാണ് പറഞ്ഞത്. അപ്പൊ മലക്കുകളും അവനോട് ചേർന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ചേർന്ന് പറയും അവനോട്, കദബ്ത, നീ കള്ളമാണ് പറഞ്ഞത്. കാരണം നീ ചെലവഴിച്ചത് നീ വലിയ നന്മമരമാണ് എന്നറിയപ്പെടുന്നതിന് വേണ്ടിയാണ്, നീ വലിയ ഔദാര്യവാനാണ് എന്നറിയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് നിനക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞു, ആളുകൾ അങ്ങനെ നിന്നെക്കുറിച്ച് അവിടെ പറഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ നരകത്തിലേക്ക് വലിച്ചിടുന്ന അവസ്ഥയുണ്ട്. നരകം രണ്ടാമതായി ആളിക്കത്തിക്കപ്പെടുന്നത് അത്തരം ആളുകളെയാണ്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. മൂന്നാമൻ മുജാഹിദാണ്, ജിഹാദ് ചെയ്ത ആളാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തതായ ആളുകൾക്കിടയിൽ അയാൾ അറിയപ്പെട്ടു. അയാൾ രക്തം പുരണ്ടാണ് പരലോക കോടതിയിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു അവനോട് ചോദിക്കും, ഫീമ ഖുതിൽത, നീ എന്തിനാണ് കൊല്ലപ്പെട്ടത്? അയാളുടെ ശരീരത്തിൽ മുറിവേറ്റിട്ടുണ്ട്, അയാളുടെ രക്തം ഇവിടെ ചിന്തപ്പെട്ടിട്ടുണ്ട്, അള്ളാഹുവിന്റെ മാർഗത്തിലാണ് എന്നാണ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ നീ എന്തിനു കൊല്ലപ്പെട്ടു എന്ന് ചോദിക്കുമ്പോ അവൻ പറയും, ഖുതിൽതു ഫീക, നിന്റെ മാർഗത്തിലാണ് ഞാൻ കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോ അല്ലാഹ് പറയും, കദബ്ത, കള്ളമാണ് നീ പറഞ്ഞത്. അല്ലാഹുവിനോട് ചേർന്ന് മലക്കുകളും പറയും, കദബ്ത, നീ കള്ളമാണ് നീ പറഞ്ഞത്. കാരണം നീ പോരാടിയപ്പെട്ടിന മനസ്സിലുണ്ടായിരുന്നത് ജനങ്ങൾക്കിടയിൽ നീ ധീരനായി അറിയപ്പെടണം, വലിയ ജിഹാദിയാണ് എന്ന് പറയപ്പെടണമെന്നാണ്. അത് നിനക്കവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൂന്നാമതായി ഇദ്ദേഹത്തെയും നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട നരകം ആളിക്കത്തിക്കപ്പെടും. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അവ്വലു സലാസത്തിൽ ലദീന തുസഅറു ബിഹിമുൻ നാറു യൗമൽ ഖിയാമ, നരകം ഖിയാമത്ത് നാളിൽ ആദ്യം ആളിക്കത്തിക്കപ്പെടുന്നത് ഈ നിലക്ക് അമല് ചെയ്ത ആളുകളെയാണ്, ഇഖ്ലാസ് ചോർന്നു പോയ അമല് ചെയ്ത ആളുകളെയാണ് എന്ന് ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇഖ്ലാസിന്റെ അനിവാര്യത അത് എത്ര മാത്രമാണ് എന്ന് നമ്മളെ ഇത് ബോധ്യപ്പെടുത്തുന്നു. അമലിൽ ഇഖ്ലാസില്ലെങ്കിൽ ആ അമലുകൾ തിരസ്കരിക്കപ്പെടും, അമലുകൾ ചെയ്തവർ ശിക്ഷിക്കപ്പെടും. അതുകൊണ്ടാണ് ഇഖ്ലാസിന്റെ വിഷയം ഏറെ ഗൗരവകരമാണ്. അയ്യു ശൈഇൻ അശദ്ദു അലൽ ഖൽബ്, ഖൽബിന് ഏറ്റവും കഠിനമായത് എന്ത് എന്ന് സുഹൈൽ ബിൻ അബ്ദുല്ലാ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഇഖ്ലാസിന്റെ വിഷയമാണ്. ഖൽബിന് ഏറ്റവും കഠിനമായ വിഷയം എന്തെന്ന് ചോദിച്ചപ്പോ അത് ഇഖ്ലാസിന്റെ വിഷയമാണ്. കാരണം ഇഖ്ലാസ് എന്നത് അമലുകൾ അല്ലാഹുവിന് വേണ്ടി ആക്കുക എന്നതാണ്. അമലുകൾ അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കുക എന്നതാണ് ഖൽബിന് ഏറ്റവും കഠിനമായ വിഷയം. കാരണം നമ്മൾ അല്ലാഹുവിന് അമലെടുക്കാൻ എന്ന് പറഞ്ഞു എങ്ങനെ നമ്മൾ തുടങ്ങിയാലും ഖൽബ് പെട്ടെന്ന് മാറാനുള്ള സാധ്യതയുണ്ട്. ഖൽബ് അല്ലാഹുവിൽ പിടിച്ചു കെട്ടുക, ഖൽബിനെ അല്ലാഹുവിലേക്ക് മാത്രം തിരിക്കുക എന്നത് ഏറെ ശ്രമകരമായ വിഷയമാണ്. അതാണ് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, എന്റെ ഖൽബിനെ ചികിത്സിക്കുക എന്നത്, എന്റെ ഖൽബിനെ ചികിത്സിക്കാൻ അഥവാ അത് അല്ലാഹുവിന് വേണ്ടി മാത്രമാക്കാൻ, എന്റെ ഇഖ്ലാസ് നന്നാക്കാൻ, എന്റെ നിയ്യത്ത് ശരിയാക്കാൻ പരിശ്രമിച്ചതുപോലെ യാതൊരു പരിശ്രമവും ഞാൻ വേറെ നടത്തിയിട്ടില്ല എന്നതാണ്. അപ്പൊ ഖൽബിനെ അല്ലാഹുവിലേക്ക് മാത്രമാക്കുക എന്നത് ഏറെ ശ്രമകരമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെക്കുറിച്ച് വിചാരണ നടത്തേണ്ട വിഷയമാണ് നമ്മുടെ നിയ്യത്ത്.
നമ്മുടെ കർമ്മങ്ങളുടെ ഇഖ്ലാസ്, നമ്മൾ കർമ്മം ചെയ്യുന്നതിന്റെ ലക്ഷ്യം, അത് തെറ്റാൻ വളരെ എളുപ്പമാണ്. അതിനെ പിടിച്ചു നിർത്തുക എന്നത് വലിയ പരിശ്രമകരവുമാണ്. പക്ഷെ പിടിച്ചു നിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ, പിടിച്ചു നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇഹവും പരവും ധന്യമാണ്. ഇഹവും പരവും ധന്യമാണ്. നമ്മുടെ ഇഖ്ലാസ്, നാം ചെയ്യുന്ന ഇബാദത്തുകളുടെ, കർമ്മങ്ങളുടെ ഇഖ്ലാസ് തിരിച്ചറിയാൻ വല്ല അലാമത്തുമുണ്ടോ, വല്ല അടയാളവുമുണ്ടോ? ഉണ്ട്. ഒന്നാമത്തെ അലാമത്ത്, നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഇഖ്ലാസ്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഇഖ്ലാസിന്റെ അലാമത്ത് തിരിച്ചറിയാൻ, അത് തിരിച്ചറിയാനുള്ള വല്ല അലാമത്തും നമുക്കുണ്ടോ എന്ന് ചോദിച്ചാലും ഉണ്ട്. ഒന്നാമത്തെ അലാമത്ത്, ജനങ്ങൾ നമ്മളെ പുകഴ്ത്തിയാലും ജനങ്ങൾ നമ്മെ ഇകഴ്ത്തിയാലും നമുക്കൊരുപോലെയായിരിക്കും. ഇഖ്ലാസ് ഉള്ള ആളാണെങ്കിൽ അയാൾ ചെയ്ത കർമ്മത്തിന്റെ പുറകെ ആളുകൾ അദ്ദേഹത്തെ പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും അദ്ദേഹത്തിന് ഒരേപോലെയായിരിക്കും. കാരണം നമ്മൾ കർമ്മം ചെയ്തത് അല്ലാഹ്ക്ക് വേണ്ടിയാണ്. ആളുകൾ പ്രശംസിച്ചാലും ഇല്ലെങ്കിലും പ്രശംസിച്ചതിന്റെ പേരിൽ വികസിക്കുകയോ ഇകഴ്ത്തിയതിന്റെ പേരിൽ സങ്കോചിക്കുകയോ ചെയ്യുന്ന അവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല. അള്ളാന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കിയിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ കയ്യടിയും പൂക്കളിയും എന്ന് അതൊരു വിഷയമേ അല്ല, അത് വിഷയമാക്കുകയില്ല. അതുകൊണ്ടാണ് സ്വർഗീയാരാമത്തിലേക്ക് കടന്നുപോയ അബ്റാറുകൾ, പുണ്യവാന്മാർ, അവർ സ്വർഗത്തിലേക്ക് കടന്നതിന്റെ കാരണം വിശദീകരിച്ചത് ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. അന്നം കൊടുത്തവർ, പാവപ്പെട്ടവന്, മിസ്കീന്, യതീമിന്, അസീറിന്, ബന്ധനസ്ഥന്, അഗതിക്ക് അവർ ഭക്ഷണം കൊടുത്തപ്പോൾ എന്തായിരുന്നു ലക്ഷ്യം? ലിവജ്ഹില്ലാ, അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂർ, ഒരു പ്രതിഫലം വേണ്ട, ഒരു നന്ദി വാക്ക് പോലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഇതാണ് ഇഖ്ലാസിന്റെ ഒരു അലാമത്ത്, ഒരു അടയാളമത. ഇഖ്ലാസ് ഉണ്ട് എന്നതിന്റെ ഒരു അടയാളമത. നമുക്ക് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നാം ചെയ്ത കർമ്മത്തിൽ ലോകരുടെ പ്രശംസ അത് നമ്മുടെ നേരെ എങ്ങനെയെന്ന് ഒരിക്കലും നോക്കുകയില്ല. ലോകർ നേടാനുള്ളത് മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ ലക്ഷ്യം. രണ്ടാമത്തെ അലാമത്ത്, ഒരു മുഖ്ലിസ് അദ്ദേഹം ചെയ്യുന്നത്, അദ്ദേഹത്തിന് രഹസ്യം പരസ്യം എന്ന രണ്ട് തലം ഉണ്ടാവുകയില്ല. അഥവാ കഴിയുന്നിടത്തോളം അമലുകൾ ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് അള്ളാഹുവിന്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുക. അമലുകൾ പരമാവധി സ്വകാര്യമായിട്ട് ചെയ്യും. പരസ്യമായി ചെയ്യേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അങ്ങനെയും ചെയ്യും. അഥവാ ജനങ്ങളെ പഠിപ്പിക്കുക പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ദാനധർമ്മങ്ങൾ, ചിലർ മക്കളുടെ മുന്നിൽ വെച്ച് ദാനധർമ്മങ്ങൾ ചെയ്യും. വാപ്പ അവർക്ക് മാതൃകയാകുന്നതിന് വേണ്ടി, വാപ്പയിൽ നിന്നുള്ള മാതൃക മക്കൾ കണ്ട് പഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും വേണ്ടി രാത്രി നമസ്കാരം ആരും കാണാതെ നമ്മളും റബ്ബുമായുള്ള സ്വകാര്യത, അതിന്റെ ഭംഗി എന്നത് അവർണ്ണനീയമാണ്. പക്ഷേ വീട്ടിൽ മക്കളും ഭാര്യയും ശീലിക്കുന്നതിനും പഠിക്കുന്നതിനും അവർ കാണുന്നതിനും അവർ പ്രാവർത്തികമാക്കുന്നതിനും വേണ്ടി അവർക്കാണ് അത് ചെയ്യാം, അവർക്ക് മാതൃകയാകാൻ വേണ്ടി. അങ്ങനെ ചില രംഗങ്ങളെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇഖ്ലാസോട് കൂടി അമലെടുത്താൽ അത് ആ രൂപത്തിലായിരിക്കും അവർ അത്തരം അമലുകൾ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ആ നിലക്ക് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ അതിന്റെ സമറാത്തുകൾ, അതിന്റെ ഫലങ്ങൾ, ആ ഇഖ്ലാസിന്റെ സമറാത്തുകൾ അവരിലുണ്ടാകും. ഇഖ്ലാസോട് കൂടി അമലെടുത്താൽ അത് എത്ര ചെറുതാണെങ്കിലും, അത് നമ്മുടെ അടുത്ത് എത്ര ചെറുതാണെങ്കിലും, ജനങ്ങൾ അതിനെ എത്ര നിസ്സാരവൽക്കരിച്ചാലും ആ ചെറിയ കർമ്മം ഇഖ്ലാസോടുകൂടി റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചതാണ് ചെയ്തതെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് മഹനീയമായിരിക്കും. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു തരികയാണ്. റഅയ്തു റജുലൻ ഫിൽ ജന്ന, റഅയ്തു റജുലൻ ഫിൽ ജന്ന, ഒരാളെ ഞാൻ സ്വർഗ്ഗത്തിൽ കണ്ടു. യതഖല്ലബു ഫീഹാ, അദ്ദേഹം അവിടെ യഥേഷ്ടം സ്വർഗീയ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന, സ്വർഗീയാരാമത്തിൽ വിഹരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു. അദ്ദേഹം സ്വർഗം ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയവും ഇന്നുവരെ സങ്കല്പിക്കാൻ സാധിക്കാത്ത അവർണ്ണനീയമായ സ്വർഗീയ അനുഗ്രഹങ്ങളിൽ യഥേഷ്ടം
വിഹരിച്ചുകൊണ്ടിരിക്കുന്ന, സ്വർഗീയ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ കണ്ടു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. എന്റെ വിഷയം ഫീ ഷജറത്തിൻ ഖതഅഹാ അൻ വഹരി തരീഖ് കാനത് തുഖ്ദി നാസ്, ജനങ്ങൾക്ക് ഉപദ്രവകരമായി നിന്നിരുന്ന ഒരു മരം അത് മുറിച്ചു മാറ്റി ജനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തു അദ്ദേഹം. അത്ര ചെയ്തു. ഇപ്പണി അദ്ദേഹം ചെയ്തത് അള്ളാന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചായിരുന്നു. ജനദൃഷ്ടിയിൽ ഇദ്ദേഹം ചെയ്തത് ചെറിയ കാര്യമാണ്. അപ്പോ അമലിന്റെ കബൂൽ, ആ അമൽ എത്ര ചെറുതാണെങ്കിലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹുവിൽ അത് കബൂലാക്കപ്പെടുമെന്നതാണ്. നോക്കൂ നിങ്ങൾ, ഖൈബർ യുദ്ധയാത്രയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു അഅറാബി വന്നു. ഖൈബർ യുദ്ധയാത്രയാണ്. ഒരു അഅറാബി കൂടി വഴിയിൽ വെച്ച അഅറാബി ഇസ്ലാം സ്വീകരിച്ചു. നബിയോടൊപ്പം സഹാബത്തിനോടൊപ്പം ആ യുദ്ധയാത്രയിൽ അദ്ദേഹം പങ്കാളിയായി. അപ്പൊ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടേ ഉള്ളൂ, നവാഗതനാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധമുഖത്തേക്ക് അദ്ദേഹത്തെ പറഞ്ഞയച്ചില്ല. യോദ്ധാക്കളുടെ വാഹനങ്ങളും മൃഗങ്ങളും മറ്റും സംരക്ഷിക്കുന്ന ചുമതലയായിരുന്നു അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ഖൈബറിൽ കോട്ടകളാണല്ലോ, ഒരു ഖൈബർ കോട്ട വിജയിച്ചടക്കിക്കൊണ്ട് സഹാബത്ത് പ്രവാചകന്റെ അടുക്കൽ വന്നപ്പോ യുദ്ധാർജിത സമ്പത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓഹരി വെക്കുകയാണ്. ഓഹരി വെച്ച കൂട്ടത്തിൽ ഈ അറാബിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യുദ്ധത്തിന് പുറപ്പെട്ടതാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ ഭാഗവാക്കാണ് അദ്ദേഹത്തിനുമുള്ള യുദ്ധാർജിത സമ്പത്ത് അറാബിയുടെ മുന്നിൽ കൊണ്ടുപോയി കൊടുത്തു. ദുനിയാവ് അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് കുമിഞ്ഞു വരികയാണ്. അദ്ദേഹം ചോദിച്ചു, ആശ്ചര്യത്തോടു കൂടി അത്ഭുതത്തോടു കൂടി അദ്ദേഹം ചോദിക്കാൻ, മഹാദ, എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഖിസ്മത്തുൻ ഖസമഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ അങ്ങേക്ക് വീതിച്ച യുദ്ധാർജിത സമ്പത്താണിത് എന്ന് പറഞ്ഞു. ഖൈബറിലെ സ്വത്തുക്കൾ എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹീതമാണല്ലോ. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു നിൽക്കണം. അദ്ദേഹത്തിന് അത് വേണ്ട. അദ്ദേഹം പറയണം, ഞാൻ ഇതിനു വേണ്ടിയിട്ടല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ വിഷയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെന്ന് പറയണം എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകനോട് ചെന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഇതിനു വേണ്ടിയല്ലോ ഞാൻ നിങ്ങളോട് ബൈഅത്ത് ചെയ്തത് എന്ന്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ പിന്നെ നിങ്ങളുടെ ഉദ്ദേശം, നിങ്ങളുടെ നിയ്യത്ത് എന്താണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ശത്രുമുഖത്തേക്ക് ചൊല്ലണം. ശത്രുപക്ഷത്തു നിന്ന് വരുന്ന അമ്പ് എന്റെ ഈ കഴുത്തിൽ, അദ്ദേഹം തന്റെ കഴുത്തിലേക്ക് വിരല് വെച്ചുകൊണ്ട് പറയാണ്, എന്റെ ഈ കഴുത്തിൽ ശത്രുഭാഗത്തു നിന്ന് വരുന്ന അമ്പേറ്റുകൊണ്ട് ഷഹീദായി എനിക്ക് പ്രവാചകരെ സ്വർഗത്തിലേക്ക് പോകണം, അതാണ് എന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മഹനീയമായ ഉദ്ദേശം കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ആ അറാബിയെയും യുദ്ധമുഖത്തേക്ക് പറഞ്ഞയക്കുകയാണ്. ശക്തമായ പോരാട്ടം നടക്കുകയാണ്. ശക്തമായ പോരാട്ടം നടന്നു. അവിടെ ഒരു ഖൈബർ കോട്ട കൂടി വിജയിച്ചടക്കപ്പെട്ടു. വിജയം നേടിക്കൊണ്ട്, വിജയിച്ചടക്കിക്കൊണ്ട് സ്വഹാബത്ത് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നുണ്ട്, എന്താ വിവരം, ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അപ്പോ ഖൈബർ കോട്ട വിജയിച്ചടക്കിയതും ഒരാൾ ഷഹീദായ വിവരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് പറയുകയാണ്. ആ ഷഹീദായ വ്യക്തിയെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഷഹീദായ വ്യക്തിയെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് കൊണ്ടുവന്നപ്പോ ഈ വ്യക്തിയുടെ കഴുത്തിൽ അമ്പ് തറച്ച് ഷഹീദായിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ കടത്തുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, ഇത് അദ്ദേഹമാണോ, ആ അറാബിയാണോ എന്ന് ചോദിച്ചപ്പോ അതേ എന്ന് മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ കഴുത്തിൽ അദ്ദേഹം വിരല് വെച്ചെടുത്ത് തന്നെ സുബ്ഹാനല്ലാഹ് ആ അമ്പ് കൊണ്ട് ഷഹീദായി എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയോടുള്ള നിലപാടിൽ അദ്ദേഹം സത്യസന്ധനായിരുന്നു. ആ സത്യസന്ധത കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിച്ചു. അദ്ദേഹത്തിന്റെ സിദ്ഖ്, അല്ലാഹുവിൽ നിന്നുള്ള സിദ്ഖ്, അദ്ദേഹത്തിന്റെ സിദ്ഖിന് അല്ലാഹുവിൽ നിന്നുള്ള
സിദ്ഖ് പ്രതിഫലമായി നൽകപ്പെട്ടതാണെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖൈബറിന്റെ കോട്ടയുടെ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അവിടെ തന്നെ മറമാടിയ രംഗം, പരലോകത്തേക്ക് യാത്രയാക്കിയ രംഗം ഹദീസുകളിൽ നമുക്ക് കാണാം. ഒരു വൈകുന്നേരമാണ് അദ്ദേഹത്തിന്റെ ജനാസ സംസ്കരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ആ ഭൗതിക ശരീരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലേക്ക് വെച്ച് ആ ഖബറിന്റെ പുറത്തു നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ പ്രദോഷത്തിൽ ഇദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഞാൻ തൃപ്തനാണ്, ഇദ്ദേഹം നിന്റെ മാർഗത്തിൽ ഷഹീദാണ്, ഇദ്ദേഹത്തെ നീയും തൃപ്തിപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ യാത്രയാക്കുന്നത്. അപ്പൊ നമ്മൾ അല്ലാഹുവിന് വേണ്ടി അമലെടുത്താൽ നമ്മുടെ ജീവിതം ശോഭനീയമാണ്. അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടും, നമ്മുടെ ജീവിതം ശോഭനീയമാവും, നമ്മുടെ പരലോകം ധന്യമാകും എന്നതിന്റെ സുന്ദരമായൊരു ഉദാഹരണമാണ് ഈ അഅറാബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പൊ നമ്മുടെ അമലുകളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ആദത്തുകൾ ഇബാദത്തുകളായി മാറും. നമ്മുടെ കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ആദത്തുകൾ ഇബാദത്തുകളായി മാറും. നമ്മൾ ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന ആദത്തുകളുണ്ട്, കർമ്മങ്ങളുണ്ട്, ജീവിത ചെലവുകൾ നമ്മൾ വഹിക്കുന്നുണ്ട്, മക്കളെ നമ്മൾ പോറ്റുന്നുണ്ട്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ ആദത്തുകളാണ്. പക്ഷെ ഈ ആദത്തുകളെ നമുക്ക് ത്വാഅത്തുകളാക്കി പുണ്യമാക്കി മാറ്റാൻ കഴിയും. നമ്മുടെ ഇഖ്ലാസ് ആണ് ആദത്തുകളെ നമുക്ക് പുണ്യമാക്കി തരുന്നത്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ ഈ ചെയ്യുന്ന ആദത്തുകൾക്കൊക്കെ കൂലിയുണ്ട്. നോക്ക്, നിങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ കാണാം, ഹത്താ മാ തദഊഹു ഫീ സിയ ഇംറഅതിക്, നീ നിന്റെ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുള അതുപോലും സ്വതക്കയാണ് എന്ന് പറഞ്ഞു. വിവാഹിതനായി കഴിഞ്ഞാൽ ഭാര്യയ്ക്കുള്ള നഫഖത്ത്, ജീവിത ചെലവ്, അത് ഭർത്താവിന്റെ ബാധ്യതയാണ്. മക്കളുടെ ജീവിത ചെലവ് അദ്ദേഹത്തിന്റെ ബാധ്യതയാണ്. അത് നിർവഹിക്കണം. ഇതൊക്കെ നമ്മൾ നിർവഹിക്കുന്നുണ്ട്, നമ്മുടെ ആദത്താണത്. നമ്മളത് കൊടുത്തിട്ടില്ലെങ്കിൽ ആളുകൾ ഇടപെട്ട് നമ്മുടെ പക്കൽ നിന്ന് വാങ്ങിക്കൊടുക്കും. പക്ഷേ ഇത് നമുക്ക് സ്വതക്കയായി മാറും. എപ്പോ നമ്മൾ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ഭാര്യയുടെ വായിൽ വെച്ചു കൊടുക്കുന്ന ഉരുള വരെ സ്വതക്കയായിട്ട് പരിണമിക്കും. ആദത്ത് ഇബാദത്തായി ദുആത്തായി പരിണമിക്കുമെന്നാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ സൂക്കിലൂടെ നടക്കുക. പ്രമുഖ സഹാബി അംർ ഇബ്നു ഉമയ്യ അൽ-ളമരി അദ്ദേഹം സൂക്കിൽ ഒരു വസ്ത്രത്തിന്, ഒരു നിർത്തു വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. നിർത്തെന്ന് പറഞ്ഞാൽ സ്ത്രീകൾ ധരിക്കുന്ന പട്ടിന്റെ ഒരു തട്ടം, അതിന് വിലപേശിക്കൊണ്ടിരിക്കുകയാണ്. സൂക്കിന്റെ അവസ്ഥ എന്താ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചില്ലേ, അയ്യുൽ ബുൽദാനി ശർ, ഏറ്റവും മോശപ്പെട്ട സ്ഥലം എവിടെ? എന്റെ റസൂലുള്ള പറഞ്ഞത് ലാ അദ്രി, എനിക്കറിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ആ ചോദ്യം അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, അയ്യുൽ ബുൽദാനി ശർ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ റബ്ബിനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ എത്തിയപ്പോ ആ വഹീന്റെ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പൊ മറുപടി കിട്ടി, അസ്വാഖുഹ, മാർക്കറ്റുകളാണ്, അങ്ങാടികളാണ് ഏറ്റവും മോശപ്പെട്ട സ്ഥലം. ഈ സൂക്കിൽ പ്രമുഖ സഹാബിയായ അംർ ഇബ്നു ഉമയ്യയെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു, മാദാ തസ്നഉ ഹുനാ, ഇത് എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ നിർത്തിന് വിലപേശ, മാഫി ഡിസ്കൗണ്ട് ചോദിക്കും, മാഫി ഹസും ചോദിക്കും, വിലപേശിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോ അംർ ഉമറിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ഞാനൊരു മിർത്തിന് വിലപേശുകയാണ്, ഇത് വാങ്ങിയിട്ട് എനിക്ക് സ്വതക്ക ചെയ്യാനാണ്, ഈ മിർത്ത് വാങ്ങിയിട്ട് എനിക്ക് സ്വതക്ക ചെയ്യാനാണ് എന്ന് പറഞ്ഞു. എങ്കിൽ വാങ്ങിക്കോളൂ എന്നും പറഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നും പോയി. പിന്നീട് അംർ ഇബ്നു ഉമയ്യയെ കാണുന്നുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, നിങ്ങളത് വാങ്ങിച്ചിട്ട് എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. ആ മിർത്ത് വാങ്ങിയിട്ട് നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിച്ചു. പറഞ്ഞു, തസദ്ദഖ്തു ബിഹാ, ഞാനത് സ്വതക്ക ചെയ്തു. അലാമൻ, ആർക്കാ സ്വതക്ക ചെയ്തത് എന്ന് ചോദിച്ചു. അല റഫീഖ, അത് റഫീഖക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, ആരാണ് ഈ റഫീഖ? അപ്പൊ അംർ ഇബ്നു ഉമയ്യ പറയുന്നു, സൗജത്തി, എന്റെ ഭാര്യയാണ്,
എന്റെ ഭാര്യയാണ്. അപ്പൊ ഭാര്യക്ക് സ്വതക്ക കൊടുത്തുവെന്ന് പറഞ്ഞിട്ട് അംർ ഇബ്നു ഉമയ്യ അൽ-അംരി പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട് ഭാര്യമാർക്ക് ചെലവ് ചെയ്യുന്നത് സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് എന്ന് അംർ ഉമറിനോട് പറയുകയാണ്. അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അംറിനോട് പറഞ്ഞു, ലാ തക്ദിബ് അലാ റസൂലില്ലാ, ലാ തക്ദിബ് അലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേലെ കള്ളം പറയരുത് എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി. എവിടേക്ക്? ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഉമർ അംറിനെ പിടിച്ചു കൊണ്ടുപോകാണ്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കാണ് ഈ വിഷയം. ഭാര്യമാർക്ക് ചെലവിന് കൊടുക്കുന്നത് സ്വതക്കയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ എന്ന് അംർ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വല്ലാഹി നഅം, വല്ലാഹി നഅം, അതേ എന്ന് പറയാണ്. അപ്പൊ ഭാര്യമാർക്ക് ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ജീവിത ചെലവുകൾ കൊടുക്കുക, അത് ആദത്താണ്. പക്ഷെ അത് സ്വതക്കയാകും, പുണ്യമാകും, അത് നന്മയാകും നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാകുമ്പോൾ, അള്ളാഹിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് അത് ചെയ്യാൻ സാധിക്കുമ്പോൾ, അങ്ങനെ നമ്മുടെ ആദത്തുകളെ ഇഖ്ലാസിന്റെ അടിസ്ഥാനത്തിൽ ഇബാദത്തുകളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അത്തരത്തിലുള്ള യഥാർത്ഥ മുഖ്ലിസീങ്ങളായി ജീവിക്കാനുള്ള തൗഫീഖ് റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله. സഹോദരികളെ അല്ലാഹുവെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇഖ്ലാസ് ജീവിതത്തിലുണ്ടെങ്കിലുള്ള മെച്ചമാണ് നമ്മൾ പറഞ്ഞത്. അത് പരലോകത്ത് മാത്രമല്ല, ഇഹലോകവും പരലോകവും ഇഖ്ലാസുള്ളവർക്ക് അനുഗ്രഹീതപൂർണമാണ്. നമ്മുടെ മനസ്സ് ധന്യമാകും. നമ്മുടെ ഭൗതികതയിൽ പല വിഷയങ്ങൾ ശിഥിലമായി കൊണ്ടിരിക്കുമ്പോൾ, ശിഥിലമായ വിഷയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അന്താളിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെ നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന് ഉപജീവനം വിശാലമാക്കി തരും ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, മൻ കാനത്തിൽ ആഖിറതു ഹമ്മുഹു, ആർക്കാണോ തന്റെ ഹമ്മ്, തന്റെ വിചാരം, ലക്ഷ്യം ആഖിറത്താകുന്നതെങ്കിൽ ജഅലല്ലാഹുൽ ഗിനാ ഫീ ഖൽബിഹി, അവന്റെ ഖൽബിൽ അല്ലാഹ് ഐശ്വര്യം കൊടുക്കും, ധന്യത കൊടുക്കും. ദുനിയാവ് വിശാലമാകും. ദുനിയാവ് വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ കുറെ അളക്കാനും തൂക്കാനും എണ്ണാനും ഉണ്ടാവുക എന്നുള്ളതല്ല ദുനിയാവ് വിശാലമാക്കുക എന്ന് പറഞ്ഞു. മറിച്ച് നഫ്സ്, ഭൗതിക വിഭവങ്ങളുടെ ആധിക്യമല്ല, മനസ്സിന്റെ ധന്യതയാണ് യഥാർത്ഥത്തിലുള്ള ഐശ്വര്യം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൽബിന് ഗിന നൽകും. വജമഅലഹു ശംലഹു, അയാളുടെ കാര്യങ്ങൾ ശിഥിലമാണെങ്കിലും അയാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി കൊടുക്കും, സൗകര്യമാക്കി കൊടുക്കുമെന്ന് മാത്രമല്ല, ആഖിറത്ത് ലക്ഷ്യം വെച്ച അയാൾക്ക് വഅതതി ദുനിയ വഹിയ റാഗിമ, അയാളുടെ നേരെ ദുനിയാവ് ഇങ്ങോട്ട് വരും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് നിസ്സാരമാണ്. പക്ഷെ അദ്ദേഹം വിചാരിക്കാത്ത രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ദുനിയാവ് കുമിഞ്ഞുകൂടും. എന്നാലോ മൻ കാനത്തി ദുനിയ ഹമ്മുഹു, ദുനിയാവ് ഹമ്മാക്കി നിന്ന് ദുനിയാവ് മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ആളുകൾ, ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി, അവന്റെ ഇരു കണ്ണുകൾക്ക് മുന്നിൽ ഫഖ്റിനെ അല്ലാഹു നിശ്ചയിക്കും, ഇല്ലായ്മയെ നിശ്ചയിക്കും, വല്ലായ്മയെ കൺമുന്നിൽ നിശ്ചയിക്കും, ദാരിദ്ര്യം അയാളുടെ കൺമുന്നിൽ കൊണ്ടുവന്നു കൊടുക്കും. അർത്ഥം ദുനിയാവോന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവരെ മുന്നിൽ എപ്പോഴും ഇല്ലായ്മയും വല്ലായ്മയും കൺമുന്നിൽ ഇട്ട് കൊടുക്കുമെന്ന് സഹീഹായ ഹദീസാണ്. ജഅലല്ലാഹുൽ ഫഖ്റ ബൈന ഐനൈഹി, ഇരു കണ്ണുകളുടെയും മുന്നിൽ ദാരിദ്ര്യത്തെ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കും. വഫറഖ അലൈഹി ശംലഹു, അയാളുടെ കാര്യങ്ങൾ എപ്പോഴും ശിഥിലമായിരിക്കും. എന്ത് ചെയ്യണം, ഏതിലേക്ക് പോകണം, എന്തിലേക്ക് ഇറങ്ങണം എന്നൊന്നിനൊന്നും ഒരു നിശ്ചയം ഉണ്ടാവില്ല. അങ്ങനെ പ്രയാസപ്പെടുന്ന അവസ്ഥയായിരിക്കും അയാൾക്ക് ഉണ്ടാകുക. എന്നാലോ ഈ ദുനിയാവ് ലക്ഷ്യം വെച്ച് നടക്കുന്ന ഇയാളുടെ അവസ്ഥയോ വലം യഅ്തിഹി മിനദ് ദുനിയ ഇല്ലാ മാ ഖുദ്ദിറ ലഹു, ദുനിയാവിന് എന്താണോ അയാൾക്ക് കിട്ടണമെന്ന് അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുള്ളത് അതേ കിട്ടൂ. അതിനപ്പുറം ഒന്നും അല്ലാഹു ഖദറാക്കിയതല്ലാത്തതിനപ്പുറം ഒന്നും അയാൾക്ക് കിട്ടാനും പോകുന്നില്ല എന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ നമ്മൾ ഇഖ്ലാസ് ഉള്ളവരാണെങ്കിൽ ഇതുപോലുള്ള പല ഫലങ്ങൾ
നമുക്കുണ്ട്. അത് ദുന്യവിയായ ഫലവുമുണ്ട്, ഉഖ്റവിയായ ഫലവുമുണ്ട്. ഇഖ്ലാസ് ചോർന്നു കഴിഞ്ഞാൽ ഇഹലോകത്തും പരലോകത്തും നഷ്ടമാണ് എന്നതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹിന്റെ പ്രീതിക്കായി നമ്മൾ ജീവിക്കുക, അമലുകൾ എടുക്കുക, ഇബാദത്തുകൾ എടുക്കുക. ആ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും പ്രതിഫലാർഹമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നു പോയിട്ടുള്ള വീഴ്ചകളെ റബ്ബ് പുറത്തു തന്ന് മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, അവരുടെ പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب